ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ചൂട്. മഴക്കാലത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് സ്പെഷ്യൽ ആയിട്ടുള്ള കെയറിങ്ങിന്റെ ആവശ്യമുണ്ട്. ഈ സമയങ്ങളിലാണ് കൂടുതലായിട്ട് അതായത് പുറത്തിരുന്ന് മഴ കൊള്ളുന്ന നമ്മുടെ പ്ലാന്റ്സ്, ഇതൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് ഗ്രീൻ നെറ്റിന്റെ അടിയിലാണ്. ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് നോക്കുക. ഈ സമയത്ത് കൂടുതലായിട്ട് കൂമ്പ് ചീഞ്ഞു പോകല്, വേരില് വെള്ളം കെട്ടിയെന്ന് ചീഞ്ഞു പോകല്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നീട് ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതെല്ലാം വരാനുള്ള സാധ്യതയാണ്. ആ സമയത്ത് നമ്മൾ കുറച്ച് കെയറിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മഴയത്തിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ? മഴ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നല്ല ഹെൽത്തി ആയിട്ടാണ് എല്ലാം വരുന്നത് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ നമ്മുടെ 150ന്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഇതൊക്കെ സെയിലിനായിട്ട് റെഡി ആകും കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമുക്കെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ കണ്ടോ, ചിലയിലൊക്കെ മുട്ട വന്നു കഴിഞ്ഞു നമുക്ക്. പിന്നീട് നമ്മൾ മഴ സമയത്ത് നമ്മൾ മഴ പെയ്യാണല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ എന്നോർത്ത് തിരിഞ്ഞു നോക്കാതിരിക്കരുത്. നമ്മുടെ പ്ലാന്റിൽ ഇടക്കൊക്കെ ഒന്ന് വന്ന് നോക്കുക. പിന്നീട് ഇത് കണ്ടോ, ഇതുപോലെ കിടക്കുന്നുണ്ടോ ചെണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്നുണ്ടായി. ഈ ലീഫൊക്കെ ഒന്ന് എടുത്ത് കളയുക. ഇതൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കരുത്. ഇതൊക്കെ ഈ സമയത്ത് നമ്മൾ എടുത്ത് കളയുക തന്നെ ചെയ്യുക. ഉണ്ടോ, ഇതുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വരും. ചിലപ്പോൾ മഴ വരുമ്പോൾ ചില ലീഫൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഇടയിൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയതാ. ഇത് കണ്ടോ, ഇവിടെ ഒരു ഇത് ഇല കണ്ടോ, ഇങ്ങനെയുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയുക തന്നെ ചെയ്യുക കേട്ടോ. വെച്ചുകൊണ്ടിരിക്കരുത്. അതവിടെ കിടന്ന് ചിലപ്പോൾ ചീഞ്ഞു പോകാനും ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കെയർ ചെയ്യുക. നമ്മുടെ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുവാണേ. വേണ്ട, മുട്ട വന്നു കഴിഞ്ഞു കേട്ടോ ഇതിലൊക്കെ. മഴ സമയത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് സ്പെഷ്യൽ ആയിട്ടുള്ള കെയറിങ് തന്നെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ കാണിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് വന്ന് നമ്മുടെ പ്ലാന്റ് ഒക്കെ നോക്കുക. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറിച്ച് കളഞ്ഞിട്ട് പോട്ടിൽ നിന്ന് വെള്ളം കളഞ്ഞൊക്കെ എടുക്കുക. പിന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ മാറ്റി വെക്കാൻ. എന്നാലും ഈ സമയത്ത് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമയമാണിത്. നമ്മുടെ ഈ മഴക്കാലം കഴിഞ്ഞാൽ ഉറപ്പാണ് സീലിങ്സ് ഒക്കെ എന്തായാലും എൻ്റെ നിന്ന് കുറെ പേര് ഇപ്പൊ സീലിങ്സ് കോംബോ ഓഫറിൽ കുറെ പേര് സീലിങ്സ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ സമയത്ത് നിങ്ങൾ പോട്ട് ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈ 2 മാസം കഴിഞ്ഞ് എന്തായാലും നിങ്ങളുടെ സീഡ്ലിങ് ഹെൽത്തി ആയിട്ട് നല്ല വളർന്ന് ഫ്ലവർ ചെയ്യാനായിട്ട് റെഡി ആവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു കാലവും കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ ഇതല്ലാതെ വേറൊരു കാര്യവും കൂടി നമ്മുടെ മഴക്കാലത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് ഒരു കാര്യവും കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? മഴക്കാലത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായ ഒരു പ്രശ്നമാണേ. ഇത് കണ്ടോ, പായൽ കണ്ടോ, നമ്മുടെ ഓർക്കിഡ് പോട്ടിൽ പായൽ വന്നു നിൽക്കുന്നത് കണ്ടോ. ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മഴയിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകളിൽ ഇത് സംഭവിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇത് കണ്ടോ, ഇതുമേ നോക്കി, ഇത് കണ്ടോ, പായൽ പിടിച്ചിരിക്കുന്നതാണ്. ആ ചകിരിയാണ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത്. ആ ചകിരിയുടെ ഇവിടെയൊക്കെ കണ്ടോ പായൽ പിടിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് മഴ കൊള്ളുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. മഴ ഇങ്ങനെ എപ്പോഴെപ്പോഴും കൊണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, വെയിലില്ലാതെ വരുന്നതുകൊണ്ട്. വെയിൽ കൊള്ളുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാകുകയില്ല. അപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പായൽ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ പ്ലാന്റ് പോട്ടിന്റെ ഉള്ളില്. ഇത് പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാല്, പായൽ അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതായത് പായൽ നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിജൻ ആണ്. അപ്പോ ദോഷക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല, ദോഷക്കാരനല്ല. പക്ഷെ നമ്മുടെ പോട്ടില് ഇതുപോലെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർക്കിഡിന് അതൊരു ദോഷക്കാരൻ തന്നെയാണ്. അതായത് ആ പോട്ട് നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ, ഇതുപോലെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ അറിയാലോ, ഈ പോട്ടിന്റെ ഉള്ളിൽ നമ്മുടെ വേരുണ്ട്. അപ്പോൾ വേരിന് നമ്മൾ സൺലൈറ്റ് ഏക്കത്തില്ല.
പിന്നീട് നമ്മൾ ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ആ വേരിന് വലിച്ചെടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പായലിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഇത് റിമൂവ് ചെയ്യുക തന്നെ ചെയ്യണം കേട്ടോ. റിപ്പോർട്ട് ഒരു ഇതെന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യാം നമുക്ക്. പക്ഷെ ഈ സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ റിപ്പോർട്ട് ചെയ്യാം, ഇപ്പൊ ഞങ്ങളെ പോലുള്ളവർക്ക് ഇത് ഇങ്ങനെ വരുമ്പോൾ കുറെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായ കാര്യമാണ്. ഒരെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള എല്ലാ പോട്ടുകളും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. ഈ പൊട്ടിലെ പായൽ കണ്ടോ, നന്നായി പായലുണ്ട്. ഈ പായലാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടോ പൊട്ടിലെ നിൽക്കുന്ന പായൽ. ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാൻ പോവുകയാണേ. ഇത് നമ്മൾ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഡയറക്റ്റ് അല്ല ഉപയോഗിക്കുന്നത്, ഇത് നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇൻഗ്രീഡിയന്റ് അളവ് ഞാൻ പറഞ്ഞുതരേ. ഞാനിത് 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ മതി കേട്ടോ, നമ്മളിപ്പോ കാണിക്കാൻ എടുക്കുന്നതാണ്. 1/2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇത് കണ്ടോ ഹൈഡ്രജൻ പെറോക്സൈഡ് ഞാൻ എടുത്തത്. അതായത് ഈ സ്പൂണിൽ 2 സ്പൂണാണ് ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അളവ്. അതായത് 1/2 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂൺ, അതായത് ഈ ടൈപ്പ് 2 സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് നമ്മൾ ഡൈലൂട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈനി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മറന്നു പോകരുത്, 1/2 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ചു നേരം ഇതിങ്ങനെ ഒന്ന് വെക്കുക കേട്ടോ. കുറച്ചേരം ഇങ്ങനെ ഒന്ന് വെക്കണേ. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ഒന്ന് അവിടെ ഇരുന്ന് റെഡി ആകട്ടെ. ആ പോട്ടൊന്ന് റെഡി ആയി എടുക്കട്ടെ. അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ തരുവാണേ. നമുക്ക് ഓർക്കിഡ് വില്ലിൽ ഒരു കോംബോ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല റിസൾട്ട് ഉണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡെൻഡ്രോബിയം സ്പെഷ്യൽ സീഡ്ലിങ്സിലാണ് ആ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 5 പ്ലാന്റ്സ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 650 പ്ലസ് CC ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. 10 വെറൈറ്റീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിന്റെ പിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ നമ്പർ അടിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിൽ കുറച്ച് നേരം വെച്ചതാണ്. ഇത് കണ്ടോ ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടോ പായലൊക്കെ ഒരുവിധം ക്ലിയർ ആയിട്ടില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ശരിക്കും വാഷ് ചെയ്തെടുക്കണേ. ഹൈഡ്രജൻ പെറോക്സൈഡ് നല്ല ഇതിൽ ഇട്ടതല്ലേ, അപ്പൊ അത് നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. തെളിഞ്ഞു വന്നോണ്ടോ, പായലെല്ലാം പോവാണേ. കണ്ടോ പായലെല്ലാം പോയി തെളിഞ്ഞു വരുവാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്. ചകിരി കാണുന്നത് കണ്ടോ. നന്നായി കഴുകിയെടുക്കണം കേട്ടോ. കണ്ടോ പോയത് കണ്ടോ പായല്. അപ്പൊ നമ്മുടെ പ്ലാന്റിൽ നിന്ന് കണ്ടോ പായലൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ ക്ലിയർ ആയത് കണ്ടോ. നമ്മുടെ ഇതൊക്കെ കണ്ടോ, പൂപ്പലൊക്കെ പോയത് കണ്ടോ, നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇതിപ്പോ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ ആ ചകിരിയൊക്കെ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഇത് നനഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് ഒക്കെ ഒന്ന് ഇടുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ.